പൗലോസ് തിമോഥെയോസിനെഴുതിയ രണ്ടാം ലേഖനം. ഇത് പൗലോസിന്റെ അവസാനത്തേതും ഏറ്റവും വ്യക്തിപരവുമായ ലേഖനമാണ്. പൗലോസ് ജയിലിലായിരുന്ന മറ്റൊരവസരത്തിൽ യുവാവായ തന്റെ സഹപ്രവർത്തകനും ശിഷ്യനുമായ തിമോഥെയോസിനെ അഭിസംബോധന ചെയ്ത് എഴുതിയ ലേഖനമാണിത്. തിമോഥെയോസിന്റെ ഒന്നാം ലേഖനം എഴുതിയ ശേഷം ഇപ്പോൾ എത്ര നാൾ കഴിഞ്ഞുവെന്ന് കൃത്യമായി നമുക്കറിയില്ല. എന്നാൽ പൗലോസിന്റെ സാഹചര്യം കൂടുതൽ വഷളായ നിലയിലേക്ക് മാറിയതായി നമുക്ക് കാണാം. അവൻ റോമിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 28 അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന വീട്ടുതടങ്കലാകാം. അല്ലെങ്കിൽ അവിടെ നിന്നും വിട്ടയക്കപ്പെട്ടിട്ട് ശുശ്രൂഷയുടെ ഒരു നീണ്ട കാലയളവിനു ശേഷം ത്രോവാസിൽ വെച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കാരാഗൃഹത്തിൽ ആയതായിരിക്കാം. എങ്ങനെ ആയാലും തന്റെ കോടതി വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് അത്ര ശുഭകരമായല്ല നീങ്ങുന്നതെന്നും പൗലോസ് പറയുന്നു. താനിത് അതിജീവിക്കുവാൻ പോകുന്നില്ലെന്ന് അവന് വളരെ ഉറപ്പായിരുന്നു. അങ്ങനെ വളരെ ഇരുണ്ട ഈ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇപ്പോഴും എഫെസോസിൽ ശുശ്രൂഷ ചെയ്യുന്ന തിമോഥെയോസിനോട് പൗലോസ് അപേക്ഷിക്കുന്നത്. താൻ ആരംഭിച്ച സഭാസ്ഥാപന ദൗത്യം തിമോഥെയോസിലേക്ക് കൈമാറുവാനായി കാരാഗൃഹത്തിൽ വന്ന് തന്നോടൊപ്പമായിരിക്കുവാൻ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു. ഈ ലേഖനം വളരെ ലളിതമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് തിമോഥെയോസിനെ ആഹ്വാനം ചെയ്യുന്നതായ 2 വലിയ ഭാഗങ്ങൾ ഇതിലുണ്ട്. ഒന്നാമതായി, ഒരു നേതാവ് എന്ന നിലയിലുള്ള അവന്റെ വിളിയെ സ്വീകരിക്കുവാനും, രണ്ടാമതായി, അവൻ പൗലോസിന്റെ അടുക്കൽ ചെല്ലുന്നതിനു മുൻപ് എഫെസോസ് സഭയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദുഷിച്ച ഉപദേഷ്ടാക്കന്മാരെ കൈകാര്യം ചെയ്യുവാനും പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. അതിനുശേഷം പൗലോസ് ലേഖനത്തെ ഉപസംഹരിക്കുന്നു. പൗലോസ് തിമോഥെയോസിനെയും കുടുംബത്തെയും, വിശേഷാൽ അവന്റെ വലിയമ്മ ലോവീസിനെയും അമ്മ യുനീക്കയെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. യുവാവായ തിമോഥെയോസിനെ അവർ പഴയ നിയമ തിരുവെഴുത്തുകളുടെ കഥയിൽ നിമഞ്ജനം ചെയ്തു. അവർ അവനിൽ മശിഹായായ യേശുവിലുള്ള ആഴമേറിയ വിശ്വാസത്തെ പകർന്നു നൽകി. അതുകൊണ്ട് ആ ദൃഢവിശ്വാസം കാരണം പൗലോസ് തന്റെ ആദ്യ ആഹ്വാനം തിമോഥെയോസിന് നൽകുന്നു. അവൻ യേശുവിന്റെ സുവാർത്തയെപ്പറ്റിയോ ആ സുവാർത്ത പ്രസ്താവിച്ചതിനാൽ കാരാഗൃഹത്തിൽ കഷ്ടമനുഭവിക്കുന്ന പൗലോസിനെപ്പറ്റിയോ ലജ്ജ തോന്നിപ്പിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അവഗണിക്കുവാൻ അവനെ നിർദ്ദേശിക്കുന്നു. ഇപ്രകാരം പൗലോസിന് ഇത് എടുത്തു പറയേണ്ടി വന്നതിന്റെ കാരണം ആവർത്തിച്ചുള്ള തന്റെ കാരാഗൃഹവാസത്താൽ താൻ നേടിയ അപമാനമാണ്. ഇത് പൗലോസിന്റെ പല സഹപ്രവർത്തകരും അവന്റെ അപ്പോസ്തോല വിളിയെ യഥാർത്ഥത്തിൽ സംശയിക്കുവാൻ ഇടയാക്കി. അവൻ 2 വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു: ഹെർമഗനോസും ഫുഗലോസും. കുറ്റവാളി എന്ന് ഇപ്പോൾ ആരോപിക്കപ്പെട്ട പൗലോസുമായി സഹകരിക്കുന്നത് അവർക്ക് ലജ്ജയായി തോന്നിയതിനാൽ അവർ പൗലോസിനെ വിട്ടുപോയി. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ലജ്ജയുടെ ഭയമുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് അവനെ വന്നു കാണുവാൻ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു. ഇത് വളരെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു അപേക്ഷയാണെന്ന് പൗലോസിനറിയാം. ഇത് തിമോഥെയോസിനെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ കൃപ ശക്തിയുടെ സ്രോതസ് ആണെന്നുള്ള വളരെ പ്രാധാന്യമുള്ള കാര്യം അവൻ തിമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നു. നിനക്കിത് ആവശ്യമായി തീരും. കാരണം യേശുവിനെ അനുഗമിക്കുക എന്നത് അത്ര എളുപ്പമുള്ളതല്ല. ഇത് നിനക്ക് ഉള്ളതെല്ലാം ആവശ്യപ്പെടുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിനെ തന്റെ മേലുദ്യോഗസ്ഥനെ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു പടയാളിയായി ഒരുവൻ സൈന്യത്തിൽ ചേരുന്നതിനോട് പൗലോസ് ഉപമിക്കുന്നു. അല്ലെങ്കിൽ ഒരു കായികാഭ്യാസി തന്റെ ശരീരത്തെ ഒരു മത്സരത്തിനു വേണ്ടി തയ്യാറാക്കുന്നതുപോലെയാണ്. അതുമല്ലെങ്കിൽ ഇത് കഠിനാധ്വാനിയായ സമർപ്പണമുള്ള ഒരു കൃഷിക്കാരനെ പോലെയാണ്. ഈ 3 സാദൃശ്യങ്ങളിലും തങ്ങളെക്കാൾ വലുതായ ചിലതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണാം. അവൻ വലിയ ലക്ഷ്യം നേടുവാനായി ത്യാഗം ചെയ്യുവാനും വെല്ലുവിളികൾ സഹിക്കുവാനും മനസ്സുള്ളവനാണ്. തീർച്ചയായും ഇതിന്റെ ഉത്തമ ഉദാഹരണം യേശു തന്നെയാണ്. തന്റെ പിതാവിനോടുള്ള സമർപ്പണം കാരണമാണ് അവൻ റോമാക്കാരുടെ ക്രൂശീകരണം സഹിച്ചത്. അതുപോലെ തന്നെ പൗലോസ് ഇപ്പോൾ ഒരു റോമൻ കാരാഗൃഹത്തിൽ സ്വയം കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലേശവും ത്യാഗവും ക്രൈസ്തവ ജീവിതത്തിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ പുനരുത്ഥാനം ക്രൈസ്തവ പ്രത്യാശയുടെ അടിസ്ഥാനമാകുന്നത്. അഥവാ പൗലോസ് ചെറുതും ശക്തവുമായ ഒരു കാവ്യത്തിൽ പറഞ്ഞതുപോലെ, നാം അവനോടൊപ്പം മരിച്ചുവെങ്കിൽ അവനോടൊപ്പം ജീവിക്കും. നാം സഹിക്കുന്നുവെങ്കിൽ അവനോടൊപ്പം വാഴും. നാം അവനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മളെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായിരിക്കും. കാരണം തന്റെ സ്വന്തം സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ഒരു പുതിയ പ്രത്യാശയെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വിലകൊടുത്ത് യേശുവിനെ ആശ്രയിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം കുറ്റവിമുക്തിയും ജീവനും വാഗ്ദത്തം ചെയ്യുന്നു. എന്നാൽ അവനെ തള്ളിക്കളയുന്നവരെ ദൈവം അവരുടെ തീരുമാനത്തെ ആദരിക്കുകയും അവരെയും അങ്ങനെ തന്നെ തള്ളിക്കളയുകയും ചെയ്യും. പക്ഷേ ജനത്തിന്റെ അവിശ്വസ്തത ഒരിക്കലും തന്റെ വിശ്വസ്തതയെ ഉപേക്ഷിക്കുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് വില കൊടുക്കേണ്ടി വന്നാലും വിശ്വസ്തനായിരിക്കുവാൻ പൗലോസ് തിമോഥെയോസിനെ ആഹ്വാനം ചെയ്യുന്നു.
അവൻ റോമിൽ വരുന്നതിനു മുൻപേ എഫെസോസിലെ ദുഷിച്ച ഉപദേഷ്ടാക്കന്മാരെ നേരിടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പൗലോസ് തന്റെ ലേഖനത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് കടക്കുന്നു. ഒരു ക്യാൻസർ പോലെയാണ് അവരുടെ ഉപദേശങ്ങൾ എഫെസോസ് സഭയിൽ വ്യാപിക്കുന്നത്. സഭയിലെ ഒരു കൂട്ടം സ്വാധീനശക്തിയുള്ള സ്ത്രീകളെ അവർ ലക്ഷ്യം വെച്ച് തെറ്റിച്ചുകളഞ്ഞു. തിമോഥെയോസിനുള്ള തന്റെ ആദ്യ ലേഖനത്തിൽ പൗലോസിന് കൈകാര്യം ചെയ്യേണ്ടി വന്ന ധനികരായ സ്ത്രീകൾ ഇവർ ആയിരിക്കാം. ഉപദേഷ്ടാക്കന്മാരുടെ തെറ്റായ ദൈവശാസ്ത്രത്തെക്കുറിച്ച് അവൻ ഒരുപാട് വിശദീകരണം നൽകുന്നില്ല. ഇതിനെക്കുറിച്ച് തിമോഥെയോസ് മുന്നമേ അറിഞ്ഞിരുന്നു. പക്ഷേ അവൻ നമുക്ക് ഒരു സൂചന നൽകുന്നു. അവൻ പറയുന്നു, പുനരുത്ഥാനം ഇതിനകം സംഭവിച്ചിരിക്കുന്നുവെന്ന് അവർ പഠിപ്പിക്കുന്നു. നമുക്ക് ഇപ്പോൾ അറിയുകയില്ല ഈ ഉപദേഷ്ടാക്കന്മാർ ശാരീരിക പുനരുത്ഥാനത്തിന്റെ ആശയത്തെ പൂർണ്ണമായി നിഷേധിക്കുന്ന ഗ്രീക്ക് തത്വശാസ്ത്രത്തെ പിന്തുടരുന്നവരും ഇത് ശരിക്കും ഒരു ആത്മീക അനുഭവം മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുമാണോ എന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മാവിന്റെ ശക്തിയിലൂടെ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ ഉപദേശത്തെ അവർ വളച്ചൊടിച്ചതാകാം. ഏതു വിധത്തിലായാലും ഇപ്പോഴത്തെ പ്രശ്നമെന്നത് പുനരുത്ഥാനത്തിന്റെയും പുതിയ സൃഷ്ടിയുടെയും ശക്തമായ ഭാവി പ്രത്യാശയെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. പകരം ദൈനംദിന ജീവിതത്തോട് ബന്ധമില്ലാത്ത സ്വകാര്യതയുടെയും അമിത ആത്മീകത്തിന്റെയും ക്രൈസ്തവ ലോകത്തെ അവർ കൈക്കൊണ്ടു എന്നതാണ്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ സുവാർത്ത പഠിപ്പിക്കുന്ന വിശ്വസ്തരായ നേതാക്കന്മാരെ വളർത്തിയെടുക്കുവാൻ പൗലോസ് തിമോഥെയോസിനെ ആഹ്വാനം ചെയ്യുന്നു. ഉപദേഷ്ടാക്കന്മാരുമായുള്ള വാഗ്വാദങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിഹീനമായ വാദപ്രതിവാദങ്ങൾ അവർ ഒഴിവാക്കണം. മറിച്ച് തിമോഥെയോസും അവന്റെ നേതൃസംഘവും പ്രധാന വിഷയമായി തന്നെ കരുതണം. അവർ തിരുവെഴുത്തിന്റെ പ്രധാന കഥയെയും സന്ദേശത്തെയും കേന്ദ്രീകരിക്കണം. ഇത് പൗലോസിന്റെ കാലയളവിൽ പ്രധാനമായും പഴയ നിയമത്തെയാണ് അർത്ഥമാക്കുന്നത്. പൗലോസ് പറയുന്നു, ഈ തിരുവെഴുത്തുകൾക്ക് യേശു മശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്ന ജ്ഞാനം നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. അവൻ പറയുന്നതെന്തെന്നാൽ തിരുവെഴുത്തുകളുടെ മുഴുവൻ ഉദ്ദേശ്യം എന്നത് യേശുവിലേക്ക് നയിക്കുന്നതിനും മുഴുലോകത്തിനും ജ്ഞാനം നൽകുന്നതിനും കഴിയുന്ന ഒരു ഏകീകൃതമായ കഥ നിങ്ങളോട് പറയുക എന്നതാണ്. പിന്നീട് പൗലോസ് തിരുവെഴുത്തിന്റെ സ്വഭാവത്തെയും ഉദ്ദേശ്യത്തെയും കുറിച്ച് സംസാരിക്കുന്നു. അവൻ പറയുന്നു, എല്ലാ തിരുവെഴുത്തുകളും ദൈവ പ്രചോദിതമാണ്, അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞത്. ഇത് ബൈബിൾ ലേഖകരെ വഴികാട്ടുന്നതിൽ ആത്മാവിന്റെ പങ്കിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അതിനാൽ തന്റെ ജനം കേൾക്കുവാൻ ദൈവം ആഗ്രഹിച്ചതാണ് അവർ എഴുതിയത്. തിരുവെഴുത്തുകളിൽ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത് ഒരു പ്രായോഗിക ഉദ്ദേശ്യത്തോടുകൂടിയാണ്. എനിക്ക് മുൻകാലങ്ങളിൽ അറിയാതിരുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദേശിക്കുന്നതിന് അവ ഉപയോഗപ്രദമാണെന്ന് അവൻ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ സ്ഥിരതയോടെ ജീവിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് എതിർത്ത് വെല്ലുവിളിക്കുവാൻ അവ ഫലപ്രദമാണ്. എന്റെ താളം തെറ്റിയ ചിന്താരീതികളെയും പെരുമാറ്റത്തെയും തുറന്നുകാട്ടി എന്നെ തിരുത്തുന്നതിനും അവ ഉപയോഗപ്രദമാകുന്നു. ഒരു യഥാർത്ഥ മനുഷ്യനാകുവാനുള്ള ഒരു പുതിയ വഴി കാണിച്ചുകൊണ്ട് എന്നെ നീതിയിൽ അഭ്യസിപ്പിക്കുന്നതിന് അവ എനിക്ക് ഉപയോഗപ്രദമാകുന്നു. ഇതെല്ലാം ദൈവജനത്തെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുക്കുന്നതിനു വേണ്ടിയാണ്. ഒരുപക്ഷെ താൻ കാരാഗൃഹത്തിൽ നിന്നും ജീവനോടെ പുറത്തുവരാൻ സാധ്യതയില്ലെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് തണുപ്പുകാലത്തിനു മുമ്പേ വരണമെന്നും തിമോഥെയോസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്നു. അവന് ഉപേക്ഷിക്കേണ്ടി വന്ന അവന്റെ കട്ടിയുള്ള മേലങ്കി ജയിലറയിൽ തണുത്തുവിറയ്ക്കാതിരിക്കുവാൻ ഇപ്പോൾ അവന് ആവശ്യമായി വരുന്നു. കൂടാതെ ഒരുപക്ഷെ അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ത്രോവാസിൽ ഉപേക്ഷിച്ചതായ തന്റെ വ്യക്തിപരമായ രേഖകളും കൊണ്ടുവരാമോ എന്ന് തിമോഥെയോസിനോട് അപേക്ഷിക്കുന്നു. തിമോഥെയോസ് ഒഴിവാക്കേണ്ട വളരെ അപകടകാരിയായ അലക്സണ്ടറിനെക്കുറിച്ചും പൗലോസ് സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ പൗലോസിന്റെ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ അറസ്റ്റിന് ഉത്തരവാദി അവനായിരിക്കാം. എങ്ങനെയാണ് തന്നെ മിക്കവാറും എല്ലാവരും കാരാഗൃഹത്തിൽ ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ഉപസംഹരിക്കുന്നു. അവന്റെ ആശ്വാസത്തിന്റെ ഏക സ്രോതസ് തന്നോടൊപ്പം നിൽക്കുന്ന, താൻ മരിച്ചാലും വിടുവിക്കുന്ന യേശുവിന്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അങ്ങനെ ലേഖനം അവസാനിക്കുന്നു. പൗലോസിന്റെ സ്വാധീനമുള്ള ജീവിതവും ദൗത്യവും നിരന്തരമായ വെല്ലുവിളികളാലും കഷ്ടതകളാലും ബുദ്ധിമുട്ടുകളാലും ശ്രദ്ധേയമായതാണെന്ന് തിമോഥെയോസിന്റെ 2-ാം ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ഭാഗമാണ് അപകടസാധ്യതയും ത്യാഗവും. ഇതിന്റെ അർത്ഥം മാനസിക പിരിമുറുക്കത്തെയും അസ്വസ്ഥതയെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക എന്നതാണ്. ഈ കാര്യങ്ങൾ യേശുവിന്റെ സാന്നിധ്യമില്ലായ്മയുടെ ഒരു അടയാളമല്ല, മറിച്ച് ശരിക്കും അന്ധകാരത്തിന്റെ ആ പ്രയാസമേറിയ നിമിഷങ്ങളിലാണ് യേശുവിന്റെ സ്നേഹവും വിശ്വസ്തതയും കൂടുതൽ പ്രത്യക്ഷവും യാഥാർത്ഥ്യവും ആയിത്തീരുന്നതെന്ന് പൗലോസും അവനുശേഷമുള്ള ക്രൈസ്തവ തലമുറയും മനസ്സിലാക്കി. ഇതാണ് 2 തിമോഥെയോസ് എന്ന പൗലോസിന്റെ അവസാന ലേഖനത്തിന്റെ പൂർണ്ണരൂപം.